അവധിക്കാലത്തിന് വിട നൽകി കുരുന്നുകൾ അറിവിന്റെ മധുരം നുകരാൻ അക്ഷരമുറ്റത്തെത്തി. നവാഗതരെ സ്വീകരിക്കാൻ വിദ്യാലയങ്ങളിൽ വലിയ ഒരുക്കങ്ങളാണ് നടത്തിയത്. പതിവ് കാഴ്ചയായ കരച്ചിലിന് വിട നൽകാതെയാണ് പല കുരുന്നുകളും വിദ്യാലയത്തിൽ എത്തിയത്. സ്കൂളിൽ നിന്നും ബലൂണും തൊപ്പിയും മിഠായിയും കിട്ടിയതോടെ ഭൂരിഭാഗം പേരും ഹാപ്പിയായി. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് ഓരോ സ്കൂളുകളും സംഘടിപ്പിച്ചത്. മലപ്പുറം AUP സ്കൂളിൽ കളർ പേപ്പറും ബലൂണും പറത്തിയാണ് നവാഗതരെ വരവേറ്റത്. പ്രവേശനോത്സവത്തിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം മലപ്പുറം GLP സ്കൂളിൽ നഗരസഭാധ്യക്ഷ V റിനിഷ നിർവഹിച്ചു. നമ്മുടെ പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു അധ്യയന ജീവിതത്തിലേക്ക് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ അത് കാണാൻ വേണ്ടിയും അതിന് സാക്ഷിയാവാൻ വേണ്ടിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇവിടെ കൂടുതലിരിക്കുന്ന അമ്മമാരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി ഇരുന്ന മക്കൾ നിങ്ങളൊരു സ്കൂളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരുടെ സെക്കൻഡ് ഹോം എന്ന് വിശേഷിപ്പിക്കുന്ന സ്കൂളിലേക്ക് മറ്റൊരു അമ്മയെ ഏൽപ്പിക്കുന്നത് പോലെ എനിക്കൊരു ടീച്ചറെ നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. അവരുടെ ആദ്യത്തെ അധ്യാപിക എന്ന് പറയുന്നത് അമ്മയാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കളാണ്. വീടാണ് അവരുടെ ആദ്യത്തെ സ്കൂൾ. അതിൽ നിന്ന് അവരൊരു രണ്ടാമത്തെ സെക്കൻഡ് ഹോമിലേക്കാണ് അവർ പോകുന്നത്. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആബിദ എട്ടുവീട്ടിൽ അധ്യക്ഷയായി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാരിസ് ആമിയാൻ, വാർഡ് കൗൺസിലർ യമുന, HM ഇൻചാർജ് മുനീറ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.